എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബീസ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ റബേക്കയും തൂക്കിയെടുത്ത് ആ ഫോർത്ത് ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ആ ഫ്ലവർ ഫീൽഡ് ഉള്ളത്. നമ്മുടെ ലൂഫിയും ടീമും അവിടെയാണെന്ന് കരുതി ട്രഫാൽഗർ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഹാൻഡ് കഫിന്റെ കീ അതവർക്ക് കൊടുക്കണം എന്ന് കരുതിയാണ് റബേക്ക ഇപ്പോ ഫോർത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൾക്കറിയില്ല ലൂഫിയ ടീം ഉള്ളത് തേർഡിലാണെന്ന്. അവൾ ചുറ്റും നോക്കും. ഫ്ലവർ ഫീൽഡിന് മുൻപിലായിട്ട് ഒരു ചുമര്, അതില് ചെറിയൊരു ദ്വാരം കാണും. ഇവിടെ ആ ബീസ് ആണെങ്കിൽ അവൾ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് പറന്ന് തിരികെ പോവാണ്. അവളാണെങ്കിൽ ആ ഹണിബിയെ നോക്കി കൈയൊക്കെ വീശി കാണിക്കും. പക്ഷെ അവളുടെ ഉള്ളില് റോബിനെ കുറിച്ചും തലേനെ ഓർത്തും ഒരുപാട് വിഷമം തോന്നും. കാരണം അവർ രണ്ടുപേരും താഴേക്ക് വീഴുന്നത് അവൾ കണ്ടതാണ്. അവളുടെ വിഷമം കണ്ട് ലിയോയും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും അവളെ ആശ്വസിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ റോബിൻ അവൾ ഉസോലാൻഡിന്റെ ടീമിലുള്ള ഒരു മെമ്പറാണ്. അവർക്കൊക്കെ ഭയങ്കര പവറാണ്. സോ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കറിയാം. ഞങ്ങൾക്കിപ്പോൾ എത്രയും വേഗം ആ പ്രിൻസസ് അവളുടെ അടുത്തേക്ക് പോകണം, അവളെ രക്ഷിക്കണം. എന്നെ കൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയോ? അതിന് റബേക്ക പറയും, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. ലൂഫിയും ടീമും എത്രയും വേഗം ഇവിടേക്ക് എത്താതിരിക്കില്ല. എത്തിയാലുടൻ എനിക്ക് കീ അവർക്ക് കൊടുക്കണം എന്ന് അവൾ പറയും. റബേക്ക ആണെങ്കിൽ റിലാക്സ് ചെയ്ത് ആ ഒരു സൂര്യകാന്തി പൂക്കളെ നോക്കും. വെയില് അവറ്റകളെ വന്ന് അടിച്ച് ഇപ്പൊ അങ്ങനെ തിളങ്ങുകയാണ്. അവൾ ആ സൗന്ദര്യത്തിൽ അങ്ങനെ മയങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ലിയോയും ഫ്രണ്ടും അവരുടെ ലിറ്റിൽ പ്രിൻസസിനെ അന്വേഷിച്ച് പാലസിലേക്ക് പോവും. റബേക്ക ഒരു നിമിഷം അവളുടെ പപ്പ ടോയ് സോൾജിയറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് അവൾ ടോയ് സോൾജിയറിനെ കണ്ടത്. ഇപ്പോഴാണ് ആ ടോയ് സോൾജിയർ അത് അവളുടെ പപ്പയാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പപ്പയെ കാണാൻ പോവാണ്. അദ്ദേഹം ഈ ബാറ്റിൽ ഫീൽഡിൽ എവിടെയോ ഉണ്ട്. റബേക്കയാണെങ്കിൽ അവളുടെ പപ്പയെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ആ ചെടികൾക്കിടയിൽ നിന്ന് ഒരു തല എങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡീമോണ്ടെ. റബേക്കയാണെങ്കിൽ ഡീമോണ്ടെയെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. കാരണം ഇവൻ ഫ്ലെമിംഗോയുടെ മെയിൻ അസിസ്റ്റൻസിൽ ഒരാളാണ്. ഇവന്റെ കയ്യിൽ അവൾ പെട്ട തീർച്ചയായിട്ടും അവൻ ഇവളെ വെട്ടിയെറിയും. റബേക്കയാണെങ്കിൽ ചുറ്റും നോക്കും. അവൾക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു കാര്യവുമില്ല. അവളെ സഹായിക്കാനായിട്ട് അവിടെ ഇപ്പം ആരുമില്ല. റബേക്ക ആണെങ്കിൽ അവന്റെ ഹൈറ്റും വെയിറ്റും അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷനും അതൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യും. അവള് പാലസിൽ വെച്ച് ആദ്യം ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇവനുമായിട്ടാണ്. പക്ഷെ അവൾക്കെന്നല്ല, അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഇവനുമായിട്ട് അത്ര ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ ഇപ്പോ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ആ വില്ലൻ അയക്കുന്ന ഓരോരോ ബോൾസും അതങ്ങനെ റിട്ടേൺ അയക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ബോൾ ആണെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പൊട്ടിത്തെറിക്കും. അത് മനസ്സിലാക്കിയ പച്ചത്തലയൻ ലൂഫിയുടെ മുൻപിലേക്ക് ചാടി വീണ് ഇപ്പൊ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് അത് മുഴുവനും ബ്ലോക്ക് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ പവർ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ്, നിന്റെ പവർ അത് സൂപ്പർ. അത് കേൾക്കേണ്ട താമസം അവൻ വീണ്ടും വീണ്ടും ബാരിയർ ക്രിയേറ്റ് ചെയ്ത് വില്ലന്റെ എല്ലാ ബോളുകളെയും അങ്ങനെ പ്രിവെന്റ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ പച്ചത്തലയൻ ലൂഫിയെയും നമ്മുടെ ആൾക്കാരെ ഞെട്ടിക്കുകയാണ്. അവന്റെ ബാരിയർ ഉപയോഗിച്ച് ഇപ്പോ ബ്ലോക്കിലേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അൺബിലീവബിൾ, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവര് ആ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് ഓടി വരും. ലൂഫി ഇംപ്രസ് ആയത് കണ്ട് ഇപ്പൊ നമ്മുടെ പച്ചത്തലയൻ അവൻ ഡബിൾ ഇംപ്രസ്ഡ് ആയിട്ട് അങ്ങനെ വീണ് പോവാണ്. ഓ മൈ ഗോഡ്, എന്റെ ജീവിതം അത് ശരിക്കും സമ്പൂർണമായി. ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതെനിക്ക് നീ തന്നു എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ ട്രഫാൽഗർ തൂക്കിയെടുത്ത് ആ ഒരു സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറും. പക്ഷെ ആ ടോയ്സുകളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ വിടാതെ പിന്നാലെ പോയി അറ്റാക്ക് ചെയ്യാണ്. കട്ട് ചെയ്താ ഇവിടെ ആ സാബോയും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും അവർ രണ്ടുപേരും ഇപ്പൊ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ രണ്ടുപേരുടെയും പവർ മുഴുവനായിട്ട് റിലീസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ ഇപ്പൊ ഫയർ അങ്ങനെ കത്തിപ്പടരുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ ഹെൽപ്പ് ചെയ്യാൻ സാബോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചുറ്റും മുഴുവൻ ഫയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് അടുത്തേക്ക് പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അവരെ കൊണ്ട് പറ്റും പോലെ സാബോയെ അറ്റാക്ക് ചെയ്യുകയാണ്. സാബോ ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ഫയർ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അതിന് ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളുടെ പവർ ഉപയോഗിച്ച് അവനെ ഡൈവേർട്ട് ചെയ്യാണ്. സാബോ ദേഷ്യപ്പെട്ട് പറയും, എനിക്കറിയാം നേവി അഡ്മിറൽസിന് എല്ലാം തന്നെ നല്ല പവർ ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ വഴിയെ എന്നെ തടസ്സപ്പെടുത്താനായിട്ട് വരുന്നത്? ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ആൾക്ക് വേറെ വഴിയില്ലാതെ ഇപ്പൊ സ്ക്വാഡ് എടുത്ത് വീണ്ടും ആളുടെ പവർ സാബോയ്ക്ക് നേരെ ഉപയോഗിക്കും. ആളുടെ ആ ഒരു പവർ കണ്ട് ഇപ്പൊ നമ്മുടെ സാബോ അവനൊന്ന് പേടിക്കും. ബ്ലൈൻഡ് മാൻ ഓഫീസറിന്റെ അറ്റാക്കില് ഇപ്പോ ഹൊറിസോണ്ടൽ ആയിട്ട് ആ ബിൽഡിംഗ് മുഴുവൻ തകർന്ന് വീഴുകയാണ്. സാബോയ്ക്കാണെങ്കിൽ ആളുടെ പവറും ശക്തിയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടാവും. ഇതാണ് ഞാൻ നിന്നിൽ
നിന്ന് എക്സ്പെക്ട് ചെയ്ത പവർ എന്ന് പറഞ്ഞ് സാബോ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും ആളുടെ നേർക്ക് പാഞ്ഞടുക്കും. സാബോ അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അത് മുഴുവനായിട്ട് എടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ആ പ്രദേശം മുഴുവൻ ഇപ്പോ വലിയൊരു പൊട്ടിത്തെറിയോട് കൂടെ കത്തിയേരിയാണ്. അത്രയും നേരവും നൈൻറ്റ്മാൻ നേവി ഓഫീസറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാത്തിരുന്ന ആ നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ അത് കാണേണ്ട താമസം അവസരം പൊക്കി 100-110 രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആശാമാർ രണ്ടുപേരും ഇപ്പൊ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു പ്രദേശം മുഴുവനായിട്ടും കത്തിയേരിയാണ്. അവരുടെ ഫൈറ്റില് അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഏൽക്കില്ല. പക്ഷെ ചുറ്റുമുള്ളവരെല്ലാവരും ഒരുപാട് അപകടത്തിൽപ്പെട്ടും പരിക്ക് പറ്റിയും ഓരോ ഭാഗത്തേക്ക് അടിച്ചു വീഴും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ ആളുടെ ജീവൻ പോലും ത്യജിക്കാൻ യാതൊരു മടിയുമില്ല. കാരണം ആൾക്ക് നന്നായിട്ട് അറിയാം ആള് വഹിക്കുന്ന ആ ഒരു പൊസിഷന്റെ പവർ. മാത്രമല്ല അതിന്റെ റിസ്ക്കും എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ സാബു ആണെങ്കിൽ ജൂനിയർ ആണ്. അവൻ ഇനിയും ഒരുപാട് ലൈഫ് ബാക്കിയുണ്ട്. ആ ആർമിയെ അതിനെ മുൻപോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് സാബോ ആണ്. മാത്രമല്ല അവനിപ്പോ എയ്സിന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവറും കിട്ടിയിരിക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ സാബോയെ വെല്ലുവിളിക്കും. റിയൽ ഗെയിം അത് സ്റ്റാർട്ട് ആവുന്നതിന് മുൻപ് തന്നെ നിന്റെ ജീവൻ വെടിയും. അത് കേൾക്കുമ്പോൾ സാബോയ്ക്ക് പിടികിട്ടും നേവി ഓഫീസർ അയാൾ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ റബേക്ക, അവളാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആ ഡീമൺ ഡേയുടെ മുൻപിൽ പെട്ടുകിടക്കുകയാണ്. ഡീമൺ ഡേക്ക് ആണെങ്കിൽ അവളെ കണ്ട് ഭയങ്കര അത്ഭുതം. അവന്റെ 32 പല്ലൊക്കെ കാണിച്ച് അങ്ങനെ ഇളിക്കുകയാണ്. ആ ചുന്ദരി പെണ്ണെ, നീ ഇവിടേക്ക് വന്നോ? നിനക്കെങ്ങനെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു? ബാറ്റിൽ ഗ്രൗണ്ടിൽ എനിക്ക് നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണ് നിന്റെ ഫേസ് ഞാൻ ശരിക്കും കണ്ടത്. നീ സത്യത്തില് സുന്ദരിയായിരിക്കുന്നു. ആക്ച്വലി ഞാൻ നിന്നെ കഴിഞ്ഞും പവർഫുൾ ആയിട്ടുള്ള ചില ഓപ്പണൻസിനെയാണ് പ്രതീക്ഷിച്ചത്. നീ ഇവിടേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് റബേക്കയോട് സംസാരിക്കുകയാണ്. റബേക്കയ്ക്ക് ആണെങ്കിൽ അതിന് മറുപടി ഒന്നുമില്ല. അവള് പേടിച്ച് വരച്ച് അവളുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. ഓക്കെ, ഇനി നമുക്ക് സംസാരമൊക്കെ നിർത്തി ആക്ഷനിലേക്ക് കടക്കാന്ന് പറഞ്ഞ് അവൻ സിമ്പിളായി ഒരു സ്ക്വാഡ് എടുത്തൊരു ഒറ്റ വീശ്. ആ വീശില് റബേക്ക അങ്ങനെ പറന്നു പോവാണ്. അത് കണ്ട് ചെക്കൻ അവനങ്ങനെ പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത ഇവിടെ കൈറോസും ലൂഫിയും അവർ രണ്ടുപേരും പച്ചത്തലയും ക്രിയേറ്റ് ചെയ്ത സ്റ്റെപ്സ് വഴി മുകളിലേക്ക് ഓടുകയാണ്. ഇടയിൽ ആ ടോയ്സ് ആണെങ്കിൽ അവരെ തടയാനായിട്ട് ശ്രമിക്കും. അതിന് നമ്മുടെ കൈറോസ് അങ്ങനെ സ്ക്വാഡ് നീട്ടി അവറ്റകളെ ഓരോന്നായി വെട്ടി വെട്ടി കൊല്ലും. ചുന്ദരം പൈറട്ടാണെങ്കിൽ വിളിച്ചു പറയും, ഇവറ്റകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എത്രയും വേഗം മുകളിലേക്ക് പോയി ആ ഡോഫ്ലമിംഗോയുടെ കഥ കഴിക്ക്. എന്റെ കുതിര അതും ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് അവനിപ്പോ അവറ്റകളുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലൂഫി ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് മുകളിലേക്ക് ചാടി ഓടും. പക്ഷെ ആ ഗ്ലാഡിയേറ്റർ അവൻ വീണ്ടും കറുത്ത ബോളുകൾ ലൂഫിക്ക് നേരെ അച്ചരം പൊച്ചരം വലിച്ചെറിയും. അത് കണ്ട പച്ചത്തലയനാണെങ്കിൽ ഇപ്പൊ ആ ബോള് അവന്റെ ബോഡിയിലേക്ക് അങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. ചുന്ദരം പൈറട്ട് അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ? ബാരിയർ വെച്ച് അത് ബ്ലോക്ക് ചെയ്യാനുള്ളതിന് നീ അത് നിന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണോ? അപ്പോഴായിരിക്കും അവൻ പറയാ, ആക്ച്വലി എനിക്ക് എന്റെ ബാരിയർ പവർ അതൊരു ലിമിറ്റിന് മുകളിലായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബോഡി വെച്ച് അതിനെ പ്രിവെന്റ് ചെയ്തത്. ലൂഫിയെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവന് വേണ്ടി എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചോര തുളുമ്പി പച്ചത്തലയൻ താഴേക്ക് വീഴും. അത് കണ്ട ചുന്ദരം പൈറട്ട് പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരു കാരണവശാലും നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ നിന്റെ പവർ അത് റീഗെയിൻ ചെയ്യുന്നത് വരെ ഈ വില്ലന്മാരുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് താടിക്കാരൻ അപ്പാപ്പനും കപ്പട മീശക്കാരനും എല്ലാവരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ കാഞ്ചറോ ഉപയോഗിച്ച് മുകളിലേക്ക് വരുന്നവരെ എല്ലാവരെയും തടയാൻ ശ്രമിക്കും. ഇവിടെ റോബിൻ ആണെങ്കിൽ തീർത്തു പറയും, നമ്മുടെ സ്ട്രൈക്കർ അത് സ്ട്രോഹാൻ ലൂഫിയാണ്. അവനെ തൊടാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കൈകൾ ഉപയോഗിച്ച് ആ ടോയ്സുകളെ എല്ലാം തല്ലി തല്ലി കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവൻ ട്രഫാൽഗർ ലോയെ തൂക്കിയെടുത്ത് ഡോഫ്ലമിംഗോയ്ക്ക് നേരെ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.